ഇനി വരുന്ന എക്സാമുകളിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 9 സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇഫ് യു ന്യൂ ഹിയർ, മൈ നെയിം ഈസ് ഇഷാം. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ്. അതുപോലെ തന്നെ ഐ എം എ സെമി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ എൻ്റെ CA ജേണിയിലും അതുപോലെ ഞാൻ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും എക്സാമുകൾ ഏസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം 9 സ്ട്രാറ്റജീസാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് 3 യു ക്യാൻ യൂസ് ബിഫോർ ദ എക്സാം ആൻഡ് അടുത്ത 6 യു ക്യാൻ യൂസ് ഡ്യൂറിങ് ദ എക്സാം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സ്ട്രാറ്റജീസ് ദാറ്റ് യു ക്യാൻ യൂസ് ബിഫോർ ദി എക്സാം. സ്ട്രാറ്റജി നമ്പർ 1, ഇഗ്നോർ ക്ലാസ് ടെസ്റ്റ്. അത് കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് അഡ്വൈസാണ് ഇഗ്നോർ ചെയ്യാൻ ക്ലാസ് ടെസ്റ്റുകളൊക്കെ. അപ്പോൾ ഞാനൊരു സ്റ്റോറിയിലൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ എൻ്റെ +1 +2 ബാച്ച് എന്ന് പറയുന്നത് 2021-22 അതായത് കൊറോണ ബാച്ചിലാണ് ഞാനുള്ളത്. എൻ്റെ +2 പകുതിയൊക്കെ ആകുമ്പോഴാണ് ആ കൊറോണൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആക്ച്വൽ ഫിസിക്കൽ ക്ലാസ് റൂമിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലാസ്റ്റത്തെ കുറച്ച് കാലങ്ങൾ, ഒരു 5-6 മാസമൊക്കെ. അതിന് മുമ്പ് +1 ഫുള്ളും അതുപോലെ +2 ഏകദേശം ഫസ്റ്റ് ഹാഫും ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയുണ്ടാവും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒക്കെ കഥ, നമ്മൾ എത്രത്തോളം പഠിക്കും, എത്രത്തോളം ക്ലാസ് കാണും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ ആണുള്ളത്. അത് +2-ലാണെങ്കിലും +1-ലാണെങ്കിലും ഫോക്കസ് ഏരിയ ആണുള്ളത്. +1-ലൊന്നും തീരെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടില്ല, ഫുൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ബേസും കാര്യങ്ങളൊക്കെ കുറവേനും. അപ്പോൾ +2-ൽ ലാസ്റ്റത്തെ ഒരു മാസമൊക്കെ മുമ്പ്, എക്സാമിൻ്റെ ഒരു മാസമൊക്കെ മുമ്പ്, ഫൈനൽ എക്സാമിൻ്റെ നമ്മളെ ടീച്ചർമാരും സാർമാരൊക്കെ മോഡൽ എക്സാം രീതിയിൽ ക്ലാസ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കേസ് എന്ന് പറയുന്നത്, എനിക്ക് ചില സബ്ജക്റ്റുകൾ നല്ലോണം അറിയാം, ചില സബ്ജക്റ്റുകൾ തീരെ അറിയില്ല. അപ്പോൾ തീരെ അറിയാത്ത സബ്ജക്റ്റുകൾ എനിക്ക് ഫസ്റ്റ് തൊട്ട് പഠിച്ചു തുടങ്ങാം ഫൈനൽ എക്സാം ആകുമ്പോഴത്തേനും. അപ്പോൾ ഫൈനൽ എക്സാമിന് ആകെ കുറച്ച് ടൈം പീരീഡ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്ലാസ് ടെസ്റ്റ് വരുന്നത്, മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാം വരെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകളായിരിക്കും, ഡെയിലി അടുപ്പിച്ചുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ പ്രകാരം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഫൈനൽ എക്സാമിനുള്ളത് കറക്റ്റ് രീതിയിൽ എനിക്ക് വീക്കായ സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മോഡൽ എക്സാം ഞാൻ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഞാൻ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് അറിയോ, ക്ലാസ് ടെസ്റ്റിൽ എനിക്ക് തീരെ മാർക്കില്ലായിരുന്നു. അതായത് ഒരു മീഡിയോക്കർ അല്ലെങ്കിൽ ബിലോ ആവറേജ് മാർക്കുള്ളൂ, കാരണം ഞാൻ അതിന് ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഫൈനൽ എക്സാം കഴിഞ്ഞപ്പോൾ +2-ൽ കൊമേഴ്സിൽ 2 ബാച്ചാണ് ഉണ്ടായിരുന്നത്, C2Aയും C2Bയും. അതിൽ ടോട്ടൽ സ്റ്റുഡൻസിൽ രണ്ടാമത് വന്നത് ഞാനാണ്, വിത്ത് ഫുൾ A+ 97% മാർക്കോടുകൂടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജിക്കലി ഇഗ്നോർ ക്ലാസ് ടെസ്റ്റ് ഇഫ് ക്ലാസ് ടെസ്റ്റ് നിങ്ങളെ ഫൈനൽ എക്സാമിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഫൈനൽ എക്സാം ഏതിന് മുമ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു മോഡൽ കിട്ടണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനൊക്കെ ഏകദേശം ഒരു നമ്മളെ കൊണ്ട് ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഏതൊക്കെ ഭാഗം ക്ലിയർ ആയിട്ട് അറിയില്ല എന്നുള്ളൊരു ഫ്രെയിം വർക്ക് കിട്ടാനാണെന്നുണ്ടെങ്കിൽ യെസ്, മോഡൽ എക്സാം അടിപൊളിയാണ്. പക്ഷേ അതേസമയം അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫൈനൽ എക്സാമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ, ദ ബെസ്റ്റ് അഡ്വൈസ് ഈസ് ഫോർ യു ഇഗ്നോർ ക്ലാസ് ടെസ്റ്റ്. അതിലൊരു മീഡിയം മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഫ്രണ്ട് ലോഡ് എവറിത്തിങ്. ഇപ്പോൾ ഫ്രണ്ട് ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക, ടുമോറോ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇന്ന് ഹാർഡായാലും കുഴപ്പമില്ല, ടുമോറോ ഈസി ആവണം. അപ്പോൾ അധിക സ്റ്റുഡൻസും എങ്ങനെ പഠിക്കാം, ഓലൊക്കെ ബാക്ക് ലോഡാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് കാത്തിക്കും, ഏറ്റവും ലാസ്റ്റത്തെ മാസം എല്ലാം പഠിക്കാം, എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഫുള്ള് സ്ട്രെസ് ചെയ്യിക്കാറ്, നമ്മൾ പഠിച്ചതൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാം ക്രാം ചെയ്താണ്ട് ഉറക്കൊക്കെ സാക്രിഫൈസ് ചെയ്ത് ടെൻഷനോട് കൂടിയ എക്സാം ചെയ്ത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മൾ റിലാക്സ് ചെയ്യേണ്ട എക്സാം എഴുതിയാലും ടെൻഷൻ ചെയ്യേണ്ട എക്സാം എഴുതിയാലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ശരിക്കും എങ്ങനെ എഴുതണം, നല്ല റിലാക്സ് ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ലോഡ് ചെയ്യുക, എല്ലാം ഫ്രണ്ട് ലോഡ് ചെയ്യുക. ചെറിയ പോർഷൻസ് ആക്കിയിട്ട്, ചെറിയ ചങ്കുകളാക്കിയിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ച് ഇങ്ങനെ പഠിച്ച് എക്സാമിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് എക്സാം ആകുമ്പോഴത്തേന് എല്ലാം ഏകദേശം കൺസെപ്റ്റൊക്കെ മനസ്സിലായി. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റിലൊക്കെ അല്ലെങ്കിൽ ടോപ്പിക്കുകളൊന്ന് റിവൈസ് ചെയ്യാനുള്ളൂ, നമ്മൾ കൂളാണ്. ആ രീതിയിൽ എക്സാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഈ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഡു നോട്ട് മേക്ക് യുവർ ഹെഡ് ഫീൽ ഹെവി. ഹെഡ് ഹെവി ആയിക്കാണ്ട് ഫീൽ ചെയ്യാന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ +2-ൽ പഠിക്കുമ്പോഴും അതുപോലെ CA ഫൗണ്ടേഷനിൽ പഠിക്കുമ്പോഴും നല്ല രീതിയിൽ സാധനങ്ങൾ പഠിക്കുന്ന ആളായിരുന്നു. കാണാതെ പഠിക്കുക പറഞ്ഞാൽ മെമ്മറൈസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ +2-ൽ മെയിനായിട്ട് പൊളിറ്റിക്കൽ സയൻസ്, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അത് ഫുള്ള് കാണാപാഠം പഠിച്ചാണ്. പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ എക്കണോമിക്സ് അതിൽ പല തിയറികളും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് കാണാപാഠമാണ് പഠിച്ചിരുന്നത്. അതുപോലെ CA ഫൗണ്ടേഷനിൽ വരുന്ന ലോയൊക്കെ കാണാപാഠം പഠിച്ചുകൊണ്ടാണ് ഞാൻ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹെഡ് ഹെവി ആയിക്കാണ്ട് ഫീൽ ചെയ്യലുണ്ട്. ഒരുപാട് സാധനം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കല്ലേ, അതിലേതെങ്കിലും തുടക്കം എങ്ങാനും മറന്നു പോയാലൊക്കെ പോയി, പിന്നെ ബാക്കി കിട്ടൂല, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ എക്സാം എഴുതുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ചെയ്യാറും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ബേസ് പ്രിൻസിപ്പിളുകൾ ഉണ്ടല്ലോ ഓരോ സാധനത്തിൻ്റെയും, ആ ബേസിൽ നിന്ന് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്ത് വരാൻ പറ്റണം.
ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡെഫിനിഷൻ ഓഫ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, PFC. The prefrontal cortex is the front part of the brain's frontal lobe located just behind the forehead. It's responsible for higher order thinking and executive function, the skills that allow humans to plan, focus, make decisions and control impulses. ഇതിപ്പോൾ ഒരു ഡെഫിനിഷനാണ്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ബയോളജി ഒക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടക്കം കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആകെ സ്ട്രെസ് ആവും, പിന്നെ ഉള്ളതും കിട്ടില്ല. പക്ഷേ അതേസമയം ഞാൻ പഠിക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ ആൻസർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, PFC എന്നുള്ളത്, ആ ഫ്രണ്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് അതിന് മനസ്സിലാവുന്നുണ്ട്? ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഫ്രണ്ടൽ ലോബിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ്. ബ്രെയിൻ്റെ ഒരു സീനറി നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ആക്ച്വൽ ചിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രെയിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? ആ ഒരു ഭാഗത്താണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് വരുന്നത്. അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ അമിഗ്ഡല അങ്ങനത്തെ പാട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്സ്, ഇമോഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ മെയിനായിട്ട് അവിടെ നിന്നാണ് വരുന്നത്. അതേസമയം ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസ് ചെയ്യാൻ, ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ, നമ്മളെ ഹണ്ട് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഫോക്കസ് ചെയ്യാൻ, അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഇമ്പൾസുകൾ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ ഡിസിഷൻ മേക്കിങ്, തീരുമാനങ്ങൾ എടുക്കാൻ, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു പോസിറ്റീവ് ആസ്പെക്ട്സുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിംപ്ലി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഈസ് ദ brain's part which is located near the frontal അല്ലെങ്കിൽ front portion of the brain അല്ലെങ്കിൽ near the frontal lobe, which helps human in a necessary skills that are required, like example focus, controlling impulses, or what we say ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് എന്നൊക്കെ ഈ രീതിയിൽ എനിക്ക് ഡെഫിനിഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷേ എന്നാലും എക്സാമിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ബേസ് സംഭവങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനിഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ കാണാപ്പാടം പഠിച്ച് കാണുന്നുണ്ടെങ്കിൽ അട്ടിമൽ കുറേ സാധനങ്ങൾ വരുമ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി കയറും, സ്ട്രെസ് ആയി കയറും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഡു നോട്ട് മേക്ക് യുവർ ഹെഡ് ഫീൽ ഹെവി ബിഫോർ ദ എക്സാം. ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ മുമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 സ്ട്രാറ്റജീസ് പറഞ്ഞു. ഇനി ഡ്യൂറിങ് എക്സാം ഒരു 6 സ്ട്രാറ്റജീസ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 6 സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്താണ് ബിഫോർ റീഡിങ് ക്വസ്റ്റ്യൻസ്. ആഫ്റ്റർ റിസീവിങ് ക്വസ്റ്റ്യൻ പേപ്പർ, ബിഫോർ റീഡിങ് ക്വസ്റ്റ്യൻസ്, ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ്. കേട്ടാൽ സിമ്പിളായി തോന്നും, പക്ഷേ ഇതൊരു ടൈം വേസ്റ്റ് ആക്കുന്ന സാധനമല്ല. നമ്മളൊരു 10 to 15 ഡീപ്പ് ബ്രെത്ത് എക്സാം എഴുതുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിൻ്റെ ശേഷം ഒരു 10 to 15 ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ടാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും നല്ല ഐഡിയാസ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതേസമയം നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, ഉള്ളിൽ ഫുള്ള് ടെൻഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഹേർട്ട് ബീറ്റൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ആങ്ഷ്യസ് ആകുമ്പോൾ നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഡീപ്പ് ബ്രെത്ത് 10 to 15 എടുക്കാൻ അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല. ഒന്നിനൊരു 6 സെക്കൻഡൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഹെയിൽ ഒരു എക്സേല്, ഇങ്ങനെ ഒരു 6 സെക്കൻഡൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 10 എണ്ണത്തിന് ഒരു 60 സെക്കൻഡൊക്കെ വരുള്ളൂ. അത് 1 മിനിറ്റൊക്കെ വരുള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ എക്സാം എഴുതുന്ന ക്യാപ്പബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഈസിൻറ്റ് ഇറ്റ് വർത്ത് ഇറ്റ്. ഈ ഒരു ഡീപ്പ് ബ്രെത്തിനെ ഫിസിയോളജിക്കൽ സൈ എന്നൊരു പേരുണ്ട്. നിങ്ങളെ വീട്ടിലെ പെറ്റ്സായിട്ട് നായ്കളോ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഓരൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ, ഓരൊക്കെ കിടക്കുമ്പോൾ, ഓരോ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ബ്രെത്ത് വിടും. വീട്ടിൽ പെറ്റ്സുള്ളവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ഫിസിയോളജിക്കൽ സൈ എന്ന് പറയാം. ഇത് ആനിമൽ കിങ്ഡത്തിലൊക്കെ ഉള്ളതാണ്. ഇത് മനുഷ്യന്മാർക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഹേർട്ട് റേറ്റ് ഒക്കെ കുറച്ച് നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കാൻ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എക്സാമിന് മുമ്പ് ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ്. എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന 2 മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, 1 സമയമില്ലായ്മയും, 2 അറിയാതെ മാർക്കിനേക്കാൾ കൂടുതൽ എഴുതി പോവുക. അതായത് എത്ര മാർക്കിനാണോ ആ എഴുതേണ്ടത് അതിനേക്കാളും കൂടുതൽ എഴുതി പോവുക. അപ്പോൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ് അടുത്ത 5 എണ്ണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡീപ്പ് ബ്രീത്ത്. അപ്പോൾ രണ്ടാമത്താണ് റിവ്യൂ ഫസ്റ്റ്, ആൻസർ ലേറ്റർ. പല സ്റ്റുഡൻസിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ നേരെ എഴുതാൻ തുടങ്ങും. അത് നിങ്ങൾ ചെയ്യരുത്, ആ മിസ്റ്റേക്ക് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറയാം, CA ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒരു ഫസ്റ്റത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കുട്ടികളെ ഭയങ്കര രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുക, ആങ്സൈറ്റി ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്കാരം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം അധികം ആൾക്കാരും പൊട്ടിയാലേ ഓൽക്ക് പേരുണ്ടാവുള്ളൂ, ഓൽക്ക് വില ഉണ്ടാവുള്ളൂ. അതുതന്നെയാണ് ഓലെ ലക്ഷ്യം, പാസ് പെർസെൻറ്റേജ് കുറക്കുക എന്നുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറും. പാസ് പെർസെൻറ്റേജ് ഓലെ ഒരു ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടുതൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പാസ് പെർസെൻറ്റേജ് കൂട്ടും, കൂടുതൽ പൈസ കുറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ വിഷയം.
എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് കുട്ടികളെ ആങ്ഷ്യസ് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലാസ്റ്റ് പിന്നെ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ നേരെ എഴുതുന്നതിൻ്റെ പകരം എഴുതാൻ നോക്കുന്നതിൻ്റെ പകരം ഫസ്റ്റ് തന്നെ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നിന്ന് ഫസ്റ്റ്ക്കൊക്കെ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. അതിൻ്റെ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എത്രത്തോളം ഇതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ചു നോക്കുക, അത് അവസാനത്തു നിന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ടെൻഷൻ കുറഞ്ഞു കിട്ടും. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ബിൽഡ് ടൈം ബഡ്ജറ്റ്. ടൈം ബഡ്ജറ്റ് ബിൽഡ് ചെയ്യണത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് 2 മണിക്കൂറാണ് എക്സാം ഫിനിഷ് ചെയ്യാനുള്ളത്. ടോട്ടൽ ടൈം 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ്. ഇനി എക്സാം ടോട്ടൽ 100 മാർക്സിനാണെന്ന് വിചാരിക്കുക, 100 മാർക്കിന്. നിങ്ങൾക്ക് മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ച് പതുക്കെ പറഞ്ഞത് കുറച്ച് മാത്സ് ആണ്. ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 25 എഴുതിയാൽ മതി, 5 ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അയിമെന്ന് വെച്ചാണ്ട് അത് വെച്ച് പോവാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കും ഇത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റേജ് ഞാൻ പറഞ്ഞുതരാം. 5 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 25 ഉള്ളത്, അതിൽ ഫസ്റ്റത്തെ 5 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ മാർക്ക് എത്രയായി, 5 മാർക്കായി, 5 × 1. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ്, 25 5 കഴിഞ്ഞു, അടുത്ത 10 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് 3 × 10, 10 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 30 മാർക്കായി. അപ്പോൾ 5 മാർക്കും 30 മാർക്കും 35 മാർക്കുമായി 15 ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ഇനി അടുത്ത ഒരു 5 ക്വസ്റ്റ്യൻസ്, 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, അടുത്ത 5 ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെത്. അപ്പോൾ 5 × 5 25. അപ്പോൾ മാർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി 5 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും അതുപോലെ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസും, അങ്ങനെ 35 മാർക്കായി. ഇനി 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും, അപ്പോൾ 25 മാർക്കായി. 35 മാർക്കും 25 മാർക്കും കൂട്ടിക്കഴിഞ്ഞാൽ 60 മാർക്കായല്ലോ. ഇനി ബാക്കി 40 മാർക്കാണ് ഉള്ളത്, ടോട്ടൽ 100 മാർക്കിലാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇനി ലാസ്റ്റ് വരുന്ന 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാളാണ്, ഏറ്റവും വലുത് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ടൈപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 1 8 മാർക്ക്, അങ്ങനെ 5 അപ്പോൾ 40 മാർക്ക്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതുവരെ 60 മാർക്ക് കവർ ചെയ്തു, ഈ 40 കൂടി കൂട്ടിയിട്ട് 100 മാർക്കായി ടോട്ടൽ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എത്രയായി, 5 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 10 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഇതിനെങ്ങനെ നമ്മൾ ടൈം ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടൈം ബഡ്ജറ്റ് എങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടൽ മിനിറ്റുകളിൽ നിന്ന് ആദ്യം ഒരു 10 മിനിറ്റ് കുറക്കുക. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബഫറായിട്ട് കീപ്പ് ചെയ്യാനാണ്. അതിൻ്റെ പോയിന്റ് ലാസ്റ്റ് വരും, ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 10 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ, നമ്മളെ കേസിൽ 120 മിനിറ്റിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 110 മിനിറ്റ് ഉള്ളത്. ഈ 110 മിനിറ്റിനെ എങ്ങനെ ഈ മാർക്കിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റത്തെ 5. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കഴിക്കണം. മാക്സിമം 1 മിനിറ്റൊക്കെ എടുക്കാൻ പാടുള്ളൂ, പെട്ടെന്ന് കഴിച്ച് പോവുക. അപ്പോൾ അതങ്ങനെ 5 ക്വസ്റ്റ്യന് മാക്സിമം 5 മിനിറ്റ് എടുക്കും. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 3 മാർക്കിന് നമുക്ക് വല്ലാതെ ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല, ഒരു 2 സെൻറ്റൻസിലൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവുള്ളൂ, 2 3 സെൻറ്റൻസിൽ. അപ്പോൾ അതിനൊരു മാക്സിമം 2 മിനിറ്റൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ 2 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 20 മിനിറ്റായി. ഫസ്റ്റത്തിന് നമ്മൾ 5 കൊടുത്തു, 5 മിനിറ്റും കൊടുത്തു. രണ്ടാമത്തെ പാറ്റേണിന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നമ്മൾ എത്ര കൊടുത്തു, 20 മിനിറ്റും കൊടുത്തു. ഇനി അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് 5 ഉണ്ട്, ടോട്ടൽ 25 മാർക്കിനാണ്, 25 മാർക്ക്. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നമ്മളൊരു 7 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ടാണ് വെച്ചാൽ കുറച്ചുകൂടി എഴുതാനുണ്ടാവും 5 മാർക്കിൻ്റെ ആകുമ്പോൾ. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 × 7 35 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ഫസ്റ്റ് നമ്മൾ കൊടുത്തു, പിന്നെ 20 മിനിറ്റ് രണ്ടാമത്തെ നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ പാർട്ട് 10 ക്വസ്റ്റ്യന് 3 മാർക്കിൻ്റെ, പിന്നെ ഇതിന് 35 മാർക്കും കൊടുത്തു. അപ്പോൾ 25ഉം 35ഉം എത്രയായി, 60 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. മൊത്തം നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് 110 മിനിറ്റാണ്. അതിൽ 60 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു, ഇനി 50 മിനിറ്റാണുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ ഇതാണുള്ളത്. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ബഫർ 2 വെച്ചുകൊണ്ട് 10 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യന് 10 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനാണ് നമുക്കുള്ളത്, ടോട്ടൽ 40 മാർക്ക്. അപ്പോൾ ഒന്നിന് 10 മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 50 മിനിറ്റ് 8 മാർക്കിൻ്റെ കറക്റ്റായി. 60 മിനിറ്റ് ഇതുവരെ ആയി, 1 മണിക്കൂർ ഇതുവരെ ആയി. ബാക്കി 50 മിനിറ്റ് 8 മാർക്കിന് കൊടുത്തു, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ 110 മിനിറ്റിനായി. അതായത് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 110 മിനിറ്റ് കൊണ്ട് തീർത്തു. ഇതൊരു ജസ്റ്റ് ഒരു ഫ്രെയിം വർക്കാണ്, ഞാൻ ഒരു വെയിറ്റേജ് കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ മാറാൻ പാടില്ല. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാറണം, ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അല്ലെങ്കിൽ ഈ ഒരു സാധനം അടുത്ത ക്വസ്റ്റ്യന് കൂടി മാർക്കാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യന് കൂടി ടൈമാണ് എടുക്കുന്നത്. ബിഫോർ ഗോയിങ് ടു ദ സ്ട്രാറ്റജി നമ്പർ 4, ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനുണ്ട്.
നമ്മുടെ സ്റ്റഡി സ്റ്റാക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്ന പ്രൊഡക്ടിവിറ്റി ഗൈഡ്, അതുപോലെ സ്ലീപ്പ് ഗൈഡ്, അതുപോലെ തന്നെ നമ്മളെ സ്റ്റഡി ഗൈഡ് എല്ലാം കൂടി 499 പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിൽ കൂടെ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ഈ മന്ത് ലാസ്റ്റ് വരെ 499 തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് 4 ബോണസ് കൂടി കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ആൻറ്റി പ്രൊക്കാസിനേഷൻ ഗൈഡും, അതുപോലെ മോട്ടിവേഷൻ ഉണ്ടാക്കാനുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാക്കാനുള്ള ഗൈഡും, അതുപോലെ തന്നെ എൻ്റെ ഡെയിലി മന്ത്ലി വീക്ക്ലി പ്ലാനറും, അതുപോലെ തന്നെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു കൺസിസ്റ്റൻസിൻ്റെ, അതിൻ്റെ റെക്കോർഡിങ്ങും ഇതെല്ലാം കൂടിയിട്ട് സെയിം 499 തന്നെ വിത്ത് റീഫണ്ട് പോളിസിയോട് കൂടി ഈ ഓഗസ്റ്റ് 31 വരെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഇന്നിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 30-ാം തീയതിയാണ്, സാറ്റർഡേ 30th ആണ്. അപ്പോൾ ഇന്നും നാളെയും കൂടിയേ ടൈം ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ കാണുന്നത് 31 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഐ ആം എക്സ്ട്രീംലി സോറി. ഈ 31 ഉള്ളിൽ കാണുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. 31 കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാക്കേജ് നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ടാവില്ല, അത് ഞാൻ റിമൂവ് ആക്കും. ഇപ്പോൾ പർച്ചേസ് ചെയ്തവർക്ക് 31 മുമ്പ് പർച്ചേസ് ചെയ്തവർക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടാവും. ഇഫ് യു ക്യാൻ അഫോർഡ്, ചെക്ക് ദാറ്റ് ഔട്ട്, ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. ഇനി സ്ട്രാറ്റജി നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ പ്രൊസീഡ് ഫ്രം ഈസി ടു ഹാർഡ്. ഒബ്വിയസ്, ഇതെല്ലാവരും പറയണല്ലേ, ഞാൻ പറഞ്ഞുതരാം. നിൽക്കും ഒരുവിധം പേപ്പേഴ്സും ഓർഡർ വേണം നിർബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുവിധം കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതണം നിർബന്ധമല്ല. അതൊരു റിക്വയർമെൻ്റ് അല്ല, പക്ഷേ അങ്ങനെ എഴുതി അത്രയും നല്ലതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഇല്ലാത്ത കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള എക്സാമുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിലും കോളേജുകളിലൊക്കെ പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള കുറച്ച് കളികളുണ്ട്. പക്ഷേ സ്കൂളിലും കോളേജിലൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഡറിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഞാൻ ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കും. പിന്നെ അറിയുന്നതിന് സർക്കിൾ ഇട്ട് വെക്കും. പിന്നെ എനിക്ക് തീരെ അറിയാത്തത്, അതായത് രണ്ടാമത് അറിയണത് സർക്കിൾ ഇട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന ടൈപ്പ് ആൻസേഴ്സ് ആയിരിക്കും. മൂന്നാമത്തെ ഒന്നും അറിയില്ല, പക്ക ബ്ലാങ്കുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടൂല. ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർ ഇട്ട സാധനങ്ങൾ എഴുതും, പിന്നെ സർക്കിൾ ഇട്ട സാധനങ്ങൾ എഴുതും, പിന്നെ ഒന്നും അറിയാത്ത സാധനങ്ങൾ ചിന്തിച്ചാണ്ട് അറിയണത് എഴുതും. ഈ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആ ടൈമിൽ ഏറ്റവും കൂടുതൽ അറിയണ ഏതാണ്, പിന്നെ അറിയണ ഏതാണ്, പിന്നെ അറിയാത്ത ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒരു മാർക്ക് ഇടുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എന്നിട്ട് ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. ഓർഡറിൻ്റെ കേസിൽ അത്ര സ്ട്രിക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ. അതേസമയം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് CA എക്സാം ആകുമ്പോൾ ഓർഡറിൽ എഴുതണം നിർബന്ധം ഉണ്ടെങ്കിൽ തോന്നുന്നില്ല. പക്ഷേ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ടീച്ചേഴ്സിന് അത്രയും അത് എന്താ പറയുക, യൂസ്ഫുൾ ആക്കുകയാണ്. യൂസ്ഫുൾ അല്ലെങ്കിൽ ഈസി ആക്കുകയാണ്. ടീച്ചർമാർക്ക് പേപ്പർ എത്രത്തോളം സുഖമായിട്ട് നോക്കാൻ പറ്റണോ അത്രത്തോളം മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്താ പറയുക, ഒരു സൈക്കോളജിയാണത്. അത്രത്തോളം കുട്ടികൾ എല്ലാ ആൻസർ ചെയ്തിരിക്കുന്നത്, പക്ഷേ ആകെ കുത്തി നിറച്ച് വൃത്തിയില്ലാതെ ഒരു ഓർഗനൈസ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് ഭ്രാന്തടിക്കും. ഓർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർക്ക് നോക്കാൻ സുഖമാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിൽ എഴുതാൻ പറ്റും. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഗ്യാപ്പ് വിടുക. ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് എടുക്കും വിചാരിച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.5-2 പേജ് വിടുക. കാരണം ഷോർട്ടേജ് വന്നാലാണ് അവിടെ പ്രശ്നം. പേപ്പർ ഷോർട്ടേജ് വന്നാലേ പ്രശ്നം ഓർഡറിൽ പോകുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ 1ാമത്തെ എഴുതി, 2ാമത്തിന് ഗ്യാപ്പ് വിട്ടു, 3ാമത്തെ എഴുതി, ഇപ്പോൾ 2ാമത്തെ എഴുതാൻ വന്നപ്പോൾ അവിടെ സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. പക്ഷേ അതേസമയം അവിടെ എക്സ്ട്രാ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി, പ്രശ്നമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഓർഡറിൽ എഴുതണം എന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ഉള്ള സ്പേസിനെക്കാളും കൂടുതൽ അതിൻ്റെ ഒരു ഹാഫോ എക്സ്ട്രാ ഒരു ഹാഫോ അല്ലെങ്കിൽ ഒരു ഫുൾ പേജോ എന്ത് ചെയ്യുക, വിടുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാ ആൻസറും കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിച്ചുകൊണ്ട് എഴുതുക. അങ്ങനെ ആകുമ്പോൾ പേപ്പർ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഈസിയിൽ നിന്ന് ഹാർഡിലേക്ക് തന്നെ എഴുതാൻ പറ്റും. ടീച്ചർമാരുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ കീപ്പ് ചെയ്യുകയും ചെയ്യുക. ഇനി സ്ട്രാറ്റജി നമ്പർ 5, നിങ്ങൾ എസ്സേസ് എഴുതുമ്പോഴും അതുപോലെ തന്നെ വലിയ പ്രോബ്ലംസ് എഴുതുമ്പോഴും ഉള്ള ടിപ്പാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എസ്സേ എഴുതുമ്പോൾ നമ്മൾ നോർമൽ ആൾക്കാർ എങ്ങനെ എഴുതുക, നേരെ മൈൻഡിൽ വരുന്ന എല്ലാം ഇങ്ങനെ എഴുതായിരിക്കും അല്ലേ. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്ലൈൻ കീപ്പ് ചെയ്തിട്ട് എന്നിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് എഴുതാൻ പറ്റും നല്ല, എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സാധനീകരണം ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്, എക്സാം സ്ട്രാറ്റജീസ് ഫോർ സ്റ്റുഡൻസ്, എക്സാം ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. ഇതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇനി ഇതിൻ്റെ സബ് പോയിന്റുകൾ 9 എണ്ണം വരുന്നത്. ഞാൻ എല്ലാം ഒന്നും പറയണില്ല. ഇങ്ങനെ ഒരു സണ്ണ് പോലെയൊക്കെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചസുകളാണ് ഇനി വരുന്ന സബ് പോയിന്റുകൾ. അപ്പോൾ സബ് പോയിന്റുകൾ വരെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഫ്രണ്ട് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഹെഡ് ഹെവി ആയിക്കാണ്ട് ഫീൽ ചെയ്യരുത്. അതുപോലെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ക്ലാസ് ടെസ്റ്റുകൾ ഇഗ്നോർ ചെയ്യാം. പിന്നെ 6 പോയിന്റുകൾ പറഞ്ഞു എന്തൊക്കെയാണ്, ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ടൈം ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക, അതുപോലെ എസ്സേ പേപ്പർ എഴുതുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ ഇനി ഈസി ടു ഹാർഡ് പ്രൊസീഡ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ പോയിന്റുകൾ പറഞ്ഞു. അപ്പോൾ അതായത് സെൻറ്ററിൽ മെയിൻ പോയിന്റും ഈ സബ് പോയിന്റുകളിൽ ഞാൻ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതി, ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്തു എല്ലാത്തിലും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഔട്ട്ലൈൻ കിട്ടി. അതായത് ഞാൻ മിസ് ചെയ്യാൻ പാടില്ലാത്ത കോർ ഇൻഫർമേഷൻ ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഇത് വെച്ചാണ് എനിക്ക് സ്പീക്ക് ചെയ്താൽ മതി.
മനസ്സിലായോ? അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരു എസ്സേ ചെയ്യണ പോലെ തന്നെ അല്ലേ? അപ്പോൾ നിങ്ങൾ എസ്സേ പേപ്പറാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ടൈം കൊണ്ട് നിങ്ങൾ ഇതിലത്തെ ഓരോ പോയിന്റുകളും മിസ്സാവാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അതേസമയം മൈൻഡിൽ വരുന്ന പോലെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പല പോയിന്റുകളും അതിൽ നമ്മൾ ചേർക്കാൻ മറന്നിട്ടുണ്ടാവും. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ 2 പേജ് എഴുതിയതിൻ്റെ പകരം 1 പേജ് എഴുതിയിട്ടുള്ളൂ, പക്ഷേ അതിൽ എല്ലാ കോർ പോയിന്റുകളും നിങ്ങൾ ആഡ് ചെയ്തു. പകരം നിങ്ങൾ 2 പേജിന് പകരം 3 പേജ് എഴുതി, പക്ഷേ അതിൽ ഫുള്ള് ഫില്ലർ വേർഡ്സ് ആണ്, കാര്യമായിട്ട് പോയിന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഈ 1 പേജ് എഴുതിയ സാധനം ഉണ്ടല്ലോ, ഈ 1 പേജ് എഴുതിയ എസ്സേക്ക് ഇതിനേക്കാൾ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് എഴുതുക. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഓർഗനൈസ് ചെയ്താണ്ട് എല്ലാ പോയിന്റുള്ള സാധനം എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇനി പോയിന്റുകൾ കാണില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാനും പറ്റും. ഇനി പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു വേറെ ടൈപ്പ് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നല്ല മാർക്കിന് എഴുതാനുള്ള പ്രോബ്ലംസ് ആണ്, ഒരു 8 മാർക്കിനോ 10 മാർക്കിനൊക്കെ എഴുതാനുള്ള പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ 2 പ്രോബ്ലംസ് ഉണ്ട്. ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മാർക്കിൻ്റെ വേണ്ട, നമുക്കൊരു 5 മാർക്കിനാക്കാം. ഒരു പ്രോബ്ലം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ടൈം ബഡ്ജറ്റ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്കറിയാം, 2 പ്രോബ്ലം നമുക്കറിയാം. ഈ പ്രോബ്ലം നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അത്ര കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും 10 മിനിറ്റാണ് നമ്മൾ ടൈം ബഡ്ജറ്റ് കൊടുത്തത്, പക്ഷേ ഇതിന് നല്ല കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ 20 മിനിറ്റ് എടുക്കും. 10 മിനിറ്റിൻ്റെ പകരം 20 മിനിറ്റ് എടുക്കും, പക്ഷേ ഫുൾ മാർക്ക് കിട്ടും, കോൺഫിഡൻറ്റാണ്. അതേസമയം ഈ പ്രോബ്ലം ഫുൾ അറിയില്ല, ഒരു 80% ഒരു 90% അറിയുള്ളൂ. ലാസ്റ്റ് കിട്ടിയാൽ കിട്ടി, ഉറപ്പില്ല. പക്ഷേ ഏകദേശം സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അറിയാം, പ്രാക്ടീസ് കുറവാണ്. പക്ഷേ എന്നാലും ഇതിന് 10 മിനിറ്റ് എടുക്കുള്ളൂ എങ്ങനെയായാലും. അപ്പോൾ നിങ്ങൾ ഏതാ പ്രൊസീഡ് ചെയ്യേണ്ടി അറിയോ? നിങ്ങൾക്ക് ഫുള്ളി കോൺഫിഡൻസ് ഉള്ളതല്ല ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 10 മിനിറ്റ് എടുക്കുള്ളൂ. ഈവൻ ഇതിൻ്റെ ഒരു 80% ശരിയായാൽ പോലും നിങ്ങൾക്ക് 5ൽ ഒരു 4 അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് 8 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കോ 6 മാർക്കോ കിട്ടും. പക്ഷേ അതേസമയം ഈ പ്രോബ്ലം ഫുള്ള് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് കിട്ടും. പക്ഷേ ഇവിടെ 20 മിനിറ്റാണ് പോണത്. 20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനുള്ള ടൈമാണ് പോണത്. ഇപ്പോൾ 5 മാർക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലങ്ങൾ ഫുൾ എഴുതി, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഫുൾ എഴുതി 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പക്ഷേ 20 മിനിറ്റ് പോയി, അവിടെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് പോയി, അത് മിസ്സായി. അപ്പോൾ ഇവിടെ 2 പ്രോബ്ലത്തിൻ്റെ സമയം കൊണ്ട് 5 മാർക്ക് കിട്ടിയത്. അതേസമയം ഈ രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, പക്ഷേ നിങ്ങൾ അതാണ് എഴുതിയത്, ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇതിന് 5 മാർക്ക് കിട്ടേണ്ടടുത്ത് നമുക്കൊരു 3 അല്ലെങ്കിൽ 3.5 മാർക്ക് കിട്ടിയായിരിച്ചോ. പക്ഷേ അടുത്ത പ്രോബ്ലം നമുക്ക് 4 മാർക്കും കിട്ടിയെന്നുണ്ടെങ്കിൽ 5ൽ 4 കിട്ടിയെന്നുണ്ടെങ്കിൽ 2നും ടൈം കിട്ടുമല്ലോ, ഇതിന് 10 മിനിറ്റ് അല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ടോട്ടലി 7-7.5 മാർക്ക് കിട്ടി. ഇവിടെ 5 മാർക്ക് കിട്ടുന്നിടത്ത് ഇവിടെ 7.5 മാർക്ക് കിട്ടി. അപ്പോൾ ഏതാ നല്ല ഓപ്ഷന്? ഈ രണ്ടാമത്തത്. അപ്പോൾ അതുപോലെ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്ട്രാറ്റജി, 6ാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾവേസ് റീചെക്ക് യുവർ പേപ്പർ. ഞാനിവിടെ ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കാനോ ഗ്രാമർ നോക്കാനോ അല്ല പറയുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ഭയങ്കര രീതിയിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് എന്ത്, നമ്മളത് പാസ്സായാലും അല്ലെങ്കിൽ നമുക്ക് 1-2 മാർക്കിനൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീണ്ടും 6 മാസം അല്ലെങ്കിൽ വീണ്ടും വർഷങ്ങൾ പഠിക്കേണ്ട അവസ്ഥകൾ വരികയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, നമ്മൾ ടൈം ബഡ്ജറ്റ് കീപ്പ് ചെയ്തപ്പോൾ 120 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ബഫർ മാറ്റി വെച്ചത് അത് ഇതിന് വേണ്ടിയിട്ടാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടു പോയിട്ടുണ്ടോ, എഴുതാൻ മറന്നു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യന് നമ്പറുകൾ മാറിയിട്ടുണ്ടോ, നമ്പർ ഇടാൻ വിട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്പർ മാറി എഴുതിയിട്ടുണ്ടോ നോക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ആൻസർ ഷീറ്റ് നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായിക്കണോ, കുറേ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിസ്സായിക്കണോ എന്നുള്ളത് നോക്കാം. ഇങ്ങനത്തെ മിസ്റ്റേക്കുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ നല്ല കണ്ണിച്ചോരൊക്കെ ഉള്ള ടീച്ചർമാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാറിയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വിട്ടുപോയാലോ എഴുതാൻ വിട്ടുപോയാലോ മാർക്ക് ഇട്ടുതരുമായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല, എന്താ പറയുക, ഒരു എക്സ്ക്യൂസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം, ഓർക്കൊരു ചാൻസും കൊടുക്കരുത്. കാരണം നമ്മളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ആർഗ്യൂ ചെയ്യാനൊന്നുമില്ല. പക്ഷേ നമ്മളെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓൽക്കൊരു ഓപ്ഷനും ഇല്ല മാർക്ക് കുറക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്തരുത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പറൊക്കെ മാറിക്കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് എല്ലാ അധികാരവും ഉണ്ട്. എന്ത്, ഇപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി, ഇപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യന് 21 ഇട്ടു, 21ാമത്തെ ക്വസ്റ്റ്യന് 20 ഇട്ടു വിചാരിച്ചോ, 2ന് മാർക്ക് തരാതൊക്കെ ഉള്ള അവകാശം ഓൽക്കുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വക ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഗൈഡ് പർച്ചേസ് ചെയ്താണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനി അതിന് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നോ വെറീസ്, ജസ്റ്റ് നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഈ വീഡിയോയും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്ത വീഡിയോസും ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല, എന്നാലും നിങ്ങൾക്ക് ഇത് വാല്യുബിൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്, ഒരാൾക്കെങ്കിലും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യൂസ് കിട്ടും ഞാൻ വിചാരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോക്കും ഈ വീഡിയോക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്.
See you in the next video.